സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള ഒരു പാവയ്ക്ക കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ പാവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കി മുറിച്ചതിന് ശേഷം കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലാക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളാക്കി വെച്ച പാവയ്ക്ക നമുക്കൊന്ന് വറുത്ത് എടുക്കാം. അതിനായിട്ട് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലേശം ഉപ്പ് തിരുമിയതിന് ശേഷമാണ് ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം മൂപ്പായിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് അടുപ്പിൽ തന്നെ വെക്കാം. ബ്രൗൺ കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം കൂടി ഇത് വെച്ചാൽ കിച്ചടി തയ്യാറാക്കാനുള്ള ആ ഒരു പരുവത്തിനാവുള്ളൂ. ഇനി നമുക്ക് പാവയ്ക്ക കിച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ തൈര്, ലേശം കടുക്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം റെഡിയാക്കി വെക്കാം. ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെക്കാം. ലേശം വെളിച്ചെണ്ണ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കടുക്, തേങ്ങ എല്ലാം കൂടി ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് 2 ചുവന്ന മുളക് അരിഞ്ഞത്, ലേശം ചുവന്നുള്ളി, കുറച്ച് കരിവേപ്പിലയൊക്കെ എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക കഷ്ണങ്ങൾ നല്ലവണ്ണം വറുത്ത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, തേങ്ങ, കടുക്, അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ചെറിയൊരു ചൂട് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ പാവയ്ക്കായി ലേശം ഉപ്പ് തിരുമിയതിന് ശേഷമാണ് നമ്മൾ അത് വറുത്തെടുത്തിരുന്നത്. അതുകൊണ്ട് ഈ സമയം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം പുളിയുള്ള തൈരാണ്. തൈരും കൂടി നമുക്ക് ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി അടുപ്പിൽ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് കടുക് താളിച്ച് എടുക്കേണ്ടതാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചുവന്ന മുളക്, കരിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരവും സ്വാദിഷ്ടവുമായ നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും ഒരു പാവയ്ക്ക കിച്ചടി ഒക്കെ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.